പ്രിയ സഹോദരി സഹോദരന്മാരെ, പനി അപകടമാണ്. മഴക്കാലത്ത് നമ്മുടെ നാട്ടില് പനി കൂടുതൽ ആളുകൾക്ക് വരികയും പനി മരണങ്ങൾ ഇന്ന് സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. വെറും സാധാരണ ജലദോഷപ്പനിയായിട്ട് വരുന്ന നമ്മുടെ നാട്ടില് സ്വയം മാറിക്കൊണ്ടിരുന്ന പനി ഇന്ന് ആളുകളെ കൊല്ലുന്ന പനിയായി മാറുന്നതിന്റെ പിന്നിലെ കാരണം എന്താണ്? മരുന്നുകളുടെ അമിതമായ ഉപയോഗം, പനി കുറയ്ക്കാൻ പെട്ടെന്ന് സാധിക്കുന്ന അവസ്ഥ, ഇങ്ങനെ പല കാരണങ്ങൾ ഇന്ന് വൈദ്യശാസ്ത്രത്തില് ഉടലെടുത്ത് വന്നപ്പോഴ് സാധാരണ അങ്ങനെ വരുമ്പോൾ പനിയൊക്കെ നിസ്സാരമായിട്ട് മാറേണ്ടത് ഇന്ന് വളരെ കോംപ്ലിക്കേഷൻ ആകുകയും കൂടുതൽ പേരിലോട്ട് വരികയും കൂടുതൽ പേര് മരണപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പൊ പനി മരണങ്ങളെ കുറിച്ച്, പനി എങ്ങനെ മാനേജ് ചെയ്യണമെന്നതിനെ കുറിച്ച്, പനി എന്താണ് പനി എന്നതിനെ കുറിച്ച് എല്ലാം ചെറിയൊരു വിശദീകരണം നൽകാനും അതുവഴി നമുക്ക് പനിയെ ശാസ്ത്രീയമായിട്ട് നിസാരമായിട്ട് നേരിട്ട് പരാജയപ്പെടുത്താനും സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉടലെടുക്കുന്നതിലോട്ട് ഈ വിശദീകരണം നയിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. എന്താണ് പനി? നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ്, അത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കും, അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തില് നമ്മൾ ശ്വസിക്കുന്ന വായുവിലും നമ്മുടെ ചുറ്റുപാടുമുള്ള രോഗാണുക്കള്, അത് ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ രോഗാണുക്കളെല്ലാം ഉള്ളിൽ കിടക്കുകയും ഈ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ സമയത്ത് അതിന്റെ വളർച്ച പെട്ടെന്ന് നടക്കുകയും അങ്ങനെ അവരുടെ എണ്ണം കൂടുമ്പോൾ അത് വെളിവിടുന്ന ടോക്സിന്റെ അളവ് കൂടുകയും അങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരുത്തുകയും ചെയ്യുമ്പോഴാണ് ആ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടാണ് അതിന്റെ ഒരു സൈനായിട്ടുള്ള പനി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ രോഗാണുക്കളുടെ എണ്ണം കൂടി കഴിയുമ്പോൾ അത് വെളിവിടുന്ന ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ഫിസിക്കൽ ഭൗതിക തലത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഫങ്ഷണൽ ഇൻഗ്രീഡിയൻസുമായിട്ട് കെമിക്കലി റിയാക്ട് ചെയ്ത് അതിനെ റോങ് ടോക്സിക് കെമിക്കൽ റിയാക്ഷൻസ് നടക്കാൻ ഇടവരുമ്പോൾ അതിനെ തടയുന്നതിനുള്ള ഒരു പ്രതിരോധമാണ് പനി എന്ന് പറയുന്നത്. അപ്പോ നമുക്കെല്ലാം കെമിസ്ട്രി പഠിച്ച എല്ലാവർക്കും അറിയാം, ഓരോ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴും അതിനൊരു പ്രത്യേക ടെമ്പറേച്ചർ ആവശ്യമുണ്ട്. മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന എല്ലാ ബയോകെമിക്കൽ റിയാക്ഷന്റെയും അതിന്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്, അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതുകൊണ്ട് ആ ടെമ്പറേച്ചർ ബോഡി എപ്പോഴും നോർമലായിട്ട് നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. കാരണം ആ ടെമ്പറേച്ചറിലാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സ്വാഭാവികമായിട്ട് നടക്കുന്നത്. അപ്പൊ ഈ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ രോഗാണുക്കളുടെ എണ്ണം കൂടി അത് വെളിവിടുന്ന ടോക്സിൻസിന്റെ അളവും കൂടി കഴിയുമ്പോൾ ഈ ടോക്സിൻസ് നമ്മുടെ ബോഡിയെ കെമിക്കലി റിയാക്ട് ചെയ്ത് നശിപ്പിക്കാതിരിക്കാൻ ശരീരം ഒരുക്കുന്ന പ്രതിരോധമാണ് പനി. അപ്പൊ നമ്മൾ പനി പെട്ടെന്ന് പേടിച്ച് പനി വലിയൊരു ഭീകരനായി കണ്ട് പനിയാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ പനിയെ പാരസെറ്റമോൾ പോലെയുള്ള മരുന്നുകൾ കഴിച്ച് പെട്ടെന്ന് അങ്ങോട്ട് കുറയ്ക്കുമ്പോൾ ഈ ടോക്സിൻസിനെ നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യാൻ നമ്മൾ തന്നെ അവസരമൊരുക്കി കൊടുക്കുകയാണ്. അവിടെയാണ് അപകടം സംഭവിക്കുന്നത്. പണ്ട് നാളുകളിലൊക്കെ പനി വന്നാൽ സാധാരണ പനികളൊക്കെ, ജലദോഷ പനികളൊക്കെ കുറച്ചു ദിവസം റെസ്റ്റ് എടുത്താൽ സെൽഫ് ലിമിറ്റിംഗ് ആണ്. ആ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള രോഗങ്ങളെ ഇന്ന് മരുന്നുകളുടെ ഉപയോഗം കൂടിക്കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് പനി മരുന്നുകളുടെ ഉപയോഗം, പനി പെട്ടെന്ന് കുറയ്ക്കുന്ന മരുന്നുകളുടെ ഉപയോഗം കൂടിക്കഴിഞ്ഞപ്പോൾ അത് അപകടത്തിലോട്ട് നീങ്ങിപ്പോകുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ പാരസെറ്റമോൾ കഴിച്ച് പനി കുറച്ച് എല്ലാവർക്കും കുറച്ച് കഴിയുമ്പോൾ പനി അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ടല്ലോ, 1, 2, 3 പ്രാവശ്യമൊക്കെ ഈ പാരസെറ്റമോൾ വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ജോലിക്കും പണിക്കൊക്കെ പോകുന്നതല്ലേ
സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. അവിടെ അത് നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളില് അങ്ങനെ പനി കുറയ്ക്കുന്നത് അപകടമാണെങ്കിൽ പോലും ആ ആളുടെ രോഗപ്രതിരോധ ശക്തി സ്വയം സംരക്ഷിച്ച് ആർജിച്ച് ആ രോഗാണുക്കളെ നശിപ്പിച്ച് ആ ടോക്സിനെ ഡീടോക്സിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് ആ പനി മാറുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ 2-3 പ്രാവശ്യം കഴിക്കേണ്ടി വരുന്നത്. പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവരിൽ ഇത് ഈ പനി പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ അവിടെ ആ ഇമ്മ്യൂണിറ്റി സ്വയം ശക്തി പ്രാപിക്കുന്നതിനുള്ള അവസ്ഥയ്ക്ക് മറ്റ് ചില ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള മെഡിസിന്റെയോ അല്ലെങ്കിൽ മറ്റ് ചില ക്രോണിക് ഡിസീസസ് റോങ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് അത് ശരീരത്തെ ഇകഴ്ത്തി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധ ശക്തിയെ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ സ്വയം അത് ആർജിച്ചു വരുന്നതിനുള്ള ശക്തി കുറവായതിനാൽ അങ്ങനെയുള്ളവരിലാണ് ഈ പനി പെട്ടെന്ന് കുറയ്ക്കുമ്പോൾ അപകടങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് കോവിഡ് വന്നപ്പോഴൊക്കെ ആശുപത്രികളിലാണ് മരണങ്ങൾ കൂടുതൽ നടന്നിരുന്നത്. അത് അധികം പേരിലും ഈ സ്വാഭാവികമായിട്ട് പനി കൂടി അതിന്റെ ടോക്സിൻസ് ബോഡിയിൽ ആക്ട് ചെയ്ത് നമുക്ക് അതിന്റെ മരണം നടക്കാം വളരെ ചുരുക്കം പേരിൽ. പക്ഷെ ഈ പാരസെറ്റമോള് കഴിച്ച് പനി കുറച്ചവരില് ചിക്കൻ ഗുനിയൊക്കെ വന്നപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ പാരസെറ്റമോള് കഴിച്ച മിക്ക ആളുകളിലും ഈ അതിന്റെ ആ ടോക്സിൻ, ഈ ചിക്കൻ ഗുനിയ വൈറസിന്റെ ടോക്സിൻ ജോയിന്റ്സിനെയാണ് മെയിനായിട്ട് അഫക്ട് ചെയ്തിരുന്നുള്ളതുകൊണ്ട് അവരില് ടോക്സിൻ ജോയിന്റ്സിനെ വല്ലാണ്ട് അഫക്റ്റഡ് ആക്കി ഇന്നും അതിന്റെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് നടക്കുന്നവരെ നമുക്ക് ഒരുപക്ഷെ കാണാൻ പറ്റിയേക്കും. അതുപോലെ തന്നെയാണ് ഓരോ വൈറസിന്റെയും ടോക്സിൻസ് വ്യത്യസ്തമായ തലങ്ങളിലാണ് ആക്ട് ചെയ്യുന്നത്. റുമറ്റോയിഡ് ഹാർട്ട് ഡിസീസിന്റെ, റുമാറ്റിക് ഫീവറിന്റെ വൈറസിന്റെ ടോക്സിൻസ് ഹാർട്ടിന്റെ വാൽവ്സിനെ അഫക്ട് ചെയ്യുന്നു. ഡെങ്കി ഹെമറേജിക് ഫീവറിന്റെ ടോക്സിൻസ് നമ്മുടെ പ്ലേറ്റ്ലെറ്റിനെ നശിപ്പിച്ചു കളയുന്നു. നമ്മുടെ കോവിഡിന്റെ ടോക്സിൻസ് അധികം ലങ്സിനെ ബാധിക്കുന്നു. ഇങ്ങനെ ഓരോ വൈറസിനും അതിന്റെ ടോക്സിസിറ്റി ഓരോ ഓർഗൻസിൽ അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടാണ് അഫക്ട് ചെയ്യുന്നത്. അതനുസരിച്ച് തന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസും വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത്, ഈ പനി പെട്ടെന്ന് കുറയ്ക്കുന്നവരില് ഈ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. പക്ഷെ നമ്മുടെ ഇടയിലുള്ള ഡോക്ടർമാരോ നമ്മുടെ ഇടയിലുള്ള സാധാരണക്കാരായ ആൾക്കാരോ ഈ ഒരു കാര്യം ഒബ്സർവ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ദുരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പനി സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രതിരോധത്തിനാണ്. അത് രോഗാണുക്കളുടെ വളർച്ച തടയുന്നതിനും രോഗാണുക്കൾ വെളിവിട്ട ടോക്സിൻ ബോഡിയിൽ കെമിക്കലി റിയാക്ട് ചെയ്യാതിരിക്കാനും ഒരുക്കുന്ന പ്രതിരോധമാണ്. അപ്പൊ പിന്നെ പനി അങ്ങോട്ട് പനിച്ചോട്ടെ എന്നാണോ? പനി വന്നാൽ എന്ത് ചെയ്യും? ഈ രോഗപ്രതിരോധ ശക്തി സ്വയം ആർജിച്ച് രോഗാണുക്കളെ നശിപ്പിച്ച് ടോക്സിനെ ഡീടോക്സിഫൈ ചെയ്യുന്നത് വരെ പനി നിലനിർത്തേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ സുരക്ഷിതത്തിന് ആവശ്യമാണ്. അപ്പോൾ പനിച്ചോണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? അവിടെ നമ്മൾ ചില പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. പനി കൂടിക്കഴിഞ്ഞ് ആ നിലയിൽ നിന്നാല് ശരീരത്തിന്റെ നോർമലായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾക്കും തടസ്സം നേരിടും. അപ്പോൾ അതിനെ നമുക്ക് സാധാരണ രീതിയിൽ കൊണ്ടുപോകുന്നതിനായിട്ട് തുണി നനച്ച് നമ്മുടെ ദേഹം കൂടെ തുടച്ചെടുക്കണം ഒന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിൽ വെള്ളം കൂടുതലായിട്ടുള്ളത് ആണ്, അത് സ്വാഭാവികമാണ്. ആ വെള്ളം പനി കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആവിയായിട്ട് പോയിട്ട് നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ നടക്കും. അപ്പോൾ പനി സ്വാഭാവികമായിട്ട് മാറ്റാൻ ആഗ്രഹിക്കുന്നവര് പനിയുള്ളപ്പോൾ കൂടുതൽ വെള്ളം കുടിക്കണം. പിന്നെ നമ്മൾ കാണുന്ന എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ പിന്നെ കാണുന്ന ഒരു കോംപ്ലിക്കേഷനാണ് പനി വരുന്നവരിൽ ചില പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ഫിറ്റ്സ് പോലെ ഡെവലപ്പ് ചെയ്യുന്നത്. അത് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ കുട്ടികളിലും വരുന്നില്ല. അത് ചില പ്രത്യേക ക്യാരക്ടറുള്ള കുട്ടികളിലാണ് വരുന്നതെന്ന് എൻ്റെ ഒബ്സർവേഷനിൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളത് ഇനി മുതൽ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്കും മനസ്സിലാകും. ക്യുക്ക് ടെമ്പറമെന്റ് ഉള്ളവരിലാണ് അങ്ങനെ വരുന്നത്.
അതായത് പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, പെട്ടെന്ന് കാര്യങ്ങൾ ചടകുടയെന്ന് ചെയ്യുന്നവരിൽ ഈ നമ്മുടെ ശരീരം പനി ഉണ്ടാക്കാനായിട്ട് ശരീരത്തിന്റെ ഊർജത്തെ ഉൽപ്പാദിപ്പിച്ച് അത് നമ്മുടെ മസിൽസിലൊക്കെ ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പെട്ടെന്ന് ക്വിക്ക് ടെമ്പറമെന്റൽ ആയിട്ടുള്ളവരിൽ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ന്യൂട്രീഷണൽ ഇൻഗ്രീഡിയന്റിന്റെ ഓക്സിഡേഷൻ നടന്ന് അത് പെട്ടെന്ന് ഊർജമായിട്ട് മാറി അവിടെ പനി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു ഡെഫിഷ്യൻസി ഡെവലപ്പ് ചെയ്യും. അപ്പോഴാണ് പനി ടോക്സിൻസ് ശരീരത്തിലുള്ളത് കൊണ്ട് പനി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി കുറവ് വന്നതുകൊണ്ട് ബോഡി പിന്നെ ചെയ്യുന്ന നെക്സ്റ്റ് പ്രൊട്ടക്റ്റീവാണ് ബോഡി സർഫസ് ഏരിയ കുറയ്ക്കാനായിട്ട് മസിൽസിനെ കൺട്രാക്ട് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ അതാണ് ഈ ഫിറ്റ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പഞ്ചസാര, വെള്ളം അങ്ങനെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ 5% ഡെസ്ട്രോസ് IV ആയിട്ട് കൊടുക്കുക. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഫിറ്റ്സ് വരുന്നവർക്ക് പഞ്ചസാര വെള്ളത്തിൽ കലക്കി കൊടുക്കണം പെട്ടെന്ന്, അല്ലെങ്കിൽ IV ഫ്ലൂയിഡ് ഡെസ്ട്രോസ് കൊടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പനിച്ചു എന്ന് വിചാരിച്ചല്ല പ്രശ്നം, പനി പെട്ടെന്ന് കുറയ്ക്കുന്നതാണ് പ്രശ്നം. അപ്പോ പനിയുടെ ഭാഗമായിട്ട് പനി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഡീഹൈഡ്രേഷൻ നടക്കാതിരിക്കാനായിട്ട് നമ്മൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പനി നോർമലായിട്ട് ഹൈ ആയിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾ IV ഇടണം. അപ്പൊ ആ ഡീഹൈഡ്രേഷനുള്ള, പ്രത്യേകിച്ച് വൊമിറ്റിങ്ങും ഡയറിയും ഒക്കെ കൂടിയുള്ള പനിയാണെങ്കിൽ തീർച്ചയായിട്ടും IV ഇടണം. അപ്പൊ ആ ഡീഹൈഡ്രേഷന്റെ പ്രശ്നം ഇല്ലാണ്ട് വരും. മാത്രമല്ല പനി നാച്ചുറലായിട്ട് ശരീരത്തിന് കോംപ്ലിക്കേഷൻ വരാതെ ഈ ബാക്ടീരിയയും വൈറസിനെയും സ്വയം ബോഡിക്ക് നശിപ്പിക്കുന്നതിനുള്ള ഇമ്മ്യൂണിറ്റി എലവേറ്റ് ചെയ്ത് വരുന്നത് വരെയും ആ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് വെളിവിട്ട ടോക്സിനെ ഒക്കെ ഡീടോക്സിഫൈ ചെയ്ത് ശരീരത്തെ ശുദ്ധീകരിച്ചെടുക്കുന്നത് വരെയും പനി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിന് വേണ്ട ഊർജ ഉൽപാദനത്തിന് വേണ്ട ന്യൂട്രീഷനും കൊടുക്കണമെന്നുള്ള 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നോർമലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ഉതകുന്ന രീതിയിൽ ബോഡിയുടെ ടെമ്പറേച്ചർ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ബോഡി തുണി നനച്ച് തുടച്ചും കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് പനി മാനേജ് ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഹോമിയോപ്പതി കൊണ്ട് പനി എങ്ങനെ മാറ്റാം? ഹോമിയോ മരുന്നുകൾ എപ്പോഴും വളരെ എഫക്റ്റീവാണ് പനി ചികിത്സയ്ക്ക്. അത് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ആ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഊർജ തലത്തിലുള്ള ഘടകങ്ങളെയും കൂടെ സ്വാധീനിച്ചാണ് ഭൗതിക തലത്തിലുള്ള ഇമ്മ്യൂണിറ്റി പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹോമിയോ മരുന്നുകൾ പ്രവർത്തിക്കുന്നത് ഊർജ തലത്തിലുള്ള നമ്മുടെ ജീവശക്തിയെ ഒപ്റ്റിമൈസ് ചെയ്ത് അതിന്റെ നോർമൽ പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ്. അപ്പോൾ ഹോമിയോ മരുന്ന് നമ്മുടെ ശരീരത്തിലെ ഒരു അസുഖം വരുമ്പോൾ ആ അസുഖം എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്തതെന്നുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് അതിനൊരു ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് നമ്മൾ കേസ് ടേക്കിങ്ങിലൂടെ കണ്ടെത്തി ആ ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്ന മരുന്ന് സിമിലിയ സിമിലിബസ് ക്യുറൻഡൂർ എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് എന്ന നാച്ചുറൽ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ നിയന്ത്രിക്കുന്ന ഊർജ തലത്തിൽ വ്യതിയാനങ്ങൾ വന്നതിനെ കറക്റ്റ് ചെയ്യുന്നതിനും അതിലൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ എലവേറ്റ് ചെയ്യുന്നതിനും അങ്ങനെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് നമ്മുടെ ഫങ്ഷണൽ ബാക്ടീരിയയും വൈറസിനെയും ഒക്കെ നശിപ്പിക്കുന്നതിനുള്ള താൽക്കാലികമായി കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും വന്ന ക്ഷതത്തെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും ടോക്സിനെയെല്ലാം ഡീടോക്സിഫൈ ചെയ്യുന്നതിനും അങ്ങനെ ആരോഗ്യം പൂർണ്ണ രീതിയിൽ വീണ്ടെടുക്കുന്നതിനും സാധിക്കും. അപ്പൊ അവിടെയും പനി മരുന്ന് കഴിച്ചാൽ പാരസെറ്റമോൾ കഴിച്ച് പനി മാറുന്ന പോലെ പെട്ടെന്ന് മാറുന്നില്ല. പാരസെറ്റമോൾ കഴിച്ച് പനി മാറുന്നത് അപകടമാണെന്ന് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്. തെറ്റിദ്ധരിക്കരുത്.
പലർക്കും പാരസെറ്റമോൾ കഴിച്ചിട്ട് പനി മാറി നമുക്കെല്ലാം അനുഭവമുള്ളതാണ്, നിസ്സാരമായിട്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ പനി സപ്രസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ പല പനിമരണത്തിന്റെയും അടിസ്ഥാന കാരണം ആ കോംപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് തന്നെയാണെന്ന് ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ ഇനിയാണെങ്കിലും ഒബ്സർവ് ചെയ്യണമെന്നും അതിനെ കഴിയുന്നത്ര നിരുത്സാഹപ്പെടുത്തണമെന്നും ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അതിന്റെ കോംപ്ലിക്കേഷൻ വരുന്നത്. ആ പനി എന്നുള്ള പാരസെറ്റമോളിന്റെ കെമിക്കൽ ഇമ്പാക്റ്റിനേക്കാൾ ഉപരി പനി പെട്ടെന്ന് കുറച്ചപ്പോൾ അവിടെ ആ ടോക്സിൻസ് ബോഡിയിൽ ആക്ട് ചെയ്താണ് അവിടെ കോംപ്ലിക്കേഷൻ വരുന്നത്. ആ ആക്ട് ചെയ്യാൻ നമ്മൾ അവസരമൊരുക്കി കൊടുക്കുന്നതെയാണ് നമ്മൾ ആ ടോക്സിൻസ് ഫുള്ളായിട്ട് ബോഡിയുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കൊണ്ട് തന്നെ എലിവേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നതിനുള്ള അവസരം വരുന്നത് വരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തേണ്ടത്. അപ്പോ ഹോമിയോ ചികിത്സ പോലെയുള്ള ചികിത്സയ്ക്ക് പനി എന്ന് പറഞ്ഞ ഒരു ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് വരുന്ന രോഗകാരണത്തെ ആ രോഗത്തെ തന്നെ ഇല്ലാതാക്കി ആ ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസിനെ പരിഗണിച്ച് കറക്റ്റായിട്ടുള്ള മെഡിസിൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിന് ഹോമിയോ ചികിത്സയിലൂടെ സാധിക്കും. ഇനി മറ്റൊരു കാര്യം, പനി മരണങ്ങളും പനി വരുന്ന ആ ഒരു നമ്മുടെ നാട്ടിലെ സ്ഥിതിവിശേഷവുമായിട്ട് എനിക്ക് പറയാനുള്ളത്, അടുത്ത കാലത്ത് നിയമസഭ പാസാക്കിയ പബ്ലിക് ഹെൽത്ത് ആക്ടും പനിയും തമ്മിൽ ബന്ധപ്പെടുത്തിയാണ്. നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങളെല്ലാം ഈ പബ്ലിക് ഹെൽത്ത് ആക്ടിലൂടെ ഒരു പ്രത്യേക പേര് പറയും അതിന്, നോട്ടിഫയബിൾ ഡിസീസ് ആക്കി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ നിയമപ്രകാരം നോട്ടിഫൈഡ് ചെയ്യേണ്ട ഡിസീസസ് എല്ലാം അലോപ്പതി ഡോക്ടർ പബ്ലിക് ഹെൽത്ത് ഓഫീസറായിട്ട് വരുന്ന ആള് നിശ്ചയിക്കുന്ന പ്രോട്ടോകോൾ വെച്ച് പ്രതിരോധിക്കാനും ചികിത്സിക്കാനും സാധിക്കൂ എന്നുള്ള ഒരു നിയമം വന്നിട്ടുണ്ട്. അത് വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള ഒത്തിരി പേർക്ക് കൂടുതൽ അപകടങ്ങൾ വരുത്താൻ, പ്രത്യേകിച്ച് വൈറൽ രോഗങ്ങൾ വരുമ്പോൾ കൂടുതൽ അപകടങ്ങളിലോട്ടും മരണത്തിലോട്ടും ഒക്കെ നയിക്കാൻ സാധ്യതയുള്ള ഒരു നിയമമാണ്. ഭരണാധികാരികൾ അത് എത്രയും പെട്ടെന്ന് അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണം. ഹോമിയോപ്പതി പോലെയുള്ള ആയുഷ് ചികിത്സകൾക്കൊക്കെ പനി എന്ന അവസ്ഥയ്ക്ക് ഫലപ്രദമായി ചികിത്സിക്കാൻ സാധിക്കുമ്പോൾ ഈ നിയമത്തിലൂടെ പബ്ലിക് ഹെൽത്ത് ആക്ടിലൂടെ അലോപ്പതി ഡോക്ടർക്ക് മാത്രം അതിന്റെ ചികിത്സയും പ്രതിരോധത്തിനുമുള്ള പ്രോട്ടോകോൾ തീരുമാനിക്കാൻ താഴെ തട്ട് മുതൽ സംസ്ഥാന തലം വരെ അധികാരം കൊടുക്കുന്നത് വഴി ഹോമിയോപ്പതി പോലെയുള്ള ചികിത്സയുടെ പോസിബിലിറ്റീസ് ഈ അലോപ്പതി ഡോക്ടർമാർക്ക് അറിയില്ലാത്തതുകൊണ്ട് അവരതിനെ നിസ്സാരവൽക്കരിച്ച് അവരെ അതിൽ ഉൾപ്പെടുത്താതെ കഴിഞ്ഞ കോവിഡ് വന്നപ്പോൾ സംഭവിച്ചതുപോലെ അവരെ സൈഡിലിരുത്തി അല്ലെങ്കിൽ പനി നോക്കാനും മറ്റുള്ളവരുടെ ഒബ്സർവേഷൻ എഴുതിക്കാനുമുള്ള റെഫറൽ സെന്റേഴ്സ് ഒക്കെ ആയിട്ട് മാത്രം മാറ്റി നിർത്തി സമൂഹത്തിന് വലിയ ബുദ്ധിമുട്ട് വരുത്തും. അത് വലിയൊരു അനാസ്ഥയാണ്. അത് ഹോമിയോപ്പതി പോലുള്ള ചികിത്സാ ശാസ്ത്രങ്ങളുടെ പോസിബിലിറ്റി അല്ലെങ്കിൽ പനി മരണങ്ങൾക്ക് വരാതിരിക്കുന്നതിനും പനിയെ ഫലപ്രദമായി ചികിത്സിക്കുന്നതിനുമുള്ള പോസിബിലിറ്റി അറിയാത്തവര് എങ്ങനെയോ വരുത്തി എഴുതി വെച്ചതാണ്. അത് എത്രയും പെട്ടെന്ന് തിരുത്തണമെന്ന് എന്നെ ശ്രമിക്കുന്ന എല്ലാ ഭരണാധികാരികളും അതിന് എഫേർട്ട് എടുക്കണമെന്നും ആ നിയമം ഒന്നോടെ നിയമസഭയിൽ കൊണ്ടുവന്ന് വീണ്ടും അത് ഹോമിയോപ്പതി പോലെയുള്ള ചികിത്സാ ശാസ്ത്രങ്ങൾക്ക് പബ്ലിക് ഹെൽത്ത് ഓഫീസറായിട്ട് നിയമനം കൊടുത്ത് അവരുടെ ചികിത്സാ വിധികളെ പൊതുജനങ്ങൾക്ക് ഇഷ്ട ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള അനുവാദം കിട്ടുന്ന രീതിയിലോട്ട് എത്രയും പെട്ടെന്ന് മാറ്റി സമൂഹ നന്മയ്ക്കായിട്ട് മാറ്റി എഴുതി വീണ്ടും അത് നിയമമാക്കി മാറ്റണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പനിമരണങ്ങളുടെ ഇനി വരുന്ന സമയങ്ങളിൽ പനിമരണങ്ങൾ ഏറ്റവും മിനിമമായിട്ട് മാത്രം നടക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ നടക്കാതെ ഇരിക്കട്ടെ. ഈ പനിയെ സപ്രസ് ചെയ്യുന്ന ആ ഒരു തെറ്റായ പ്രവണത
കഴിയുന്നത്ര നമുക്ക് ഒഴിവാക്കാം. ഈ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ വർഷവും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന ഭൂപ്രദേശമാണ് നമ്മുടെ എന്നുള്ളത് കൊണ്ട് സമ്മറിൽ നിന്ന് വിന്ററിലോട്ടും റെയിനി സീസണിലോട്ടും അതുപോലെ തന്നെ വിന്ററിൽ നിന്നും റെയിനി സീസണിൽ നിന്നൊക്കെ സമ്മറിലോട്ടൊക്കെ മാറുന്ന എല്ലാ കാലാവസ്ഥ വ്യതിയാനത്തിനും നമ്മുടെ രോഗപ്രതിരോധ ശക്തിയിൽ വ്യതിയാനം വന്ന് ഇതുപോലെയുള്ള ഇൻഫെക്ഷൻസ് വരികയും അങ്ങനെ വരുമ്പോൾ ഈ പനി മരണങ്ങൾ ഇനിയുള്ള കാലഘട്ടത്തിൽ നടക്കാതിരിക്കാൻ ഹോമിയോപ്പതി പോലെയുള്ള ചികിത്സാ ശാസ്ത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകട്ടെ. അതിന്റെ ഫലപ്രദമായ ഉപയോഗം ഭരണാധികാരികളും ചികിത്സാ രംഗത്തുള്ള അലോപ്പതി ചികിത്സിക്കുന്നവരുൾപ്പെടെയുള്ളവരും മനസ്സിലാക്കി പരസ്പരം സംയോജിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതിയിലോട്ട് മാറി ജനങ്ങൾക്ക് കൃത്യമായി സേവനം കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.